ഗൈസ്, നമ്മൾ വീണ്ടും നമ്മുടെ സിമുലേറ്ററിലെത്തിയിരിക്കുന്നു. നമ്മൾ ഇപ്പോൾ ഒരു ചെറിയൊരു കാരിയർ മോഡാണ് പോകുന്നത്. എല്ലാവരും കണ്ടതാണ്. ഗ്രാനിയുടെ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് നമ്മൾ വെക്കേഷനിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഗ്രാനി കളിക്കുന്ന ആദിത്യന് വരാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. എനിക്കും ആദിത്യനും ഒരു പ്രശ്നമുണ്ട്. എനിക്ക് നാളെ ഉണ്ടെങ്കിൽ ആദിത്യന് നാളെ ഉണ്ടാവില്ല. ആദിത്യന് ഉച്ചക്കാണ്, എനിക്ക് രാവിലെ. ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് നമുക്ക് എങ്ങനെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റാണ്. വെക്കേഷനാണെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നമ്മൾ എന്തായാലും വിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ബസ് സിമുലേറ്റർ കളിക്കുകയാണ്. കാരിയർ മോഡാണ്. ടാങ്കറിലൂടെ ഇൻഡിക്കേറ്റർ ഓവർടേക്കാന്ന് ആരാ നമ്മളെ ഓവർടേക്ക് കേട്ടാ. നമ്മൾ ഇൻഡിക്കേറ്റർ ഓവർടേക്ക് ചെയ്യും. അറിഞ്ഞിടാമായിരിക്കും. ഗൈസ്, നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഗൈസ്, അതെനിക്കൊരു പറ്റിയൊരു അബദ്ധമാണ്. എന്താണെന്ന് വെച്ചാൽ അറിയാണ്ട് ഞാൻ നെറ്റ് ഓൺ ആക്കിയിട്ട്, അതുകൊണ്ട് നമുക്ക് അന്നേരത്തൊരു പരസ്യം വന്നത്. സോറി. ഇപ്പോൾ വീണ്ടും ഒരു മാപ്പ് ലോഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഗൈസ്, ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. നമുക്ക് 50 മേലെ സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ലൈവ് ഇടാൻ പറ്റുന്നതായിരിക്കും. ലൈവിൽ എന്തായാലും നമുക്ക് രാനിയുടെയൊക്കെ വിടുന്നതായിരിക്കും. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും എല്ലാം ചെയ്യുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കാരിയർ മോഡിൽ അവിടെ എത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിലും എത്തും, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എത്തുമ്പോൾ ഇതിലുള്ള ആൾക്കാരായിരിക്കും ജീവൻ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചത്തിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഓടിക്കുമ്പോൾ ഇപ്പം തന്നെ 88ആയി ഹെൽത്ത്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ 20ൽ താഴെയാവും. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഞങ്ങൾ മാറിപ്പോയേ. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴി മാറിപ്പോയി. ഈ വഴി എടുക്കാൻ പറ്റും. ഓക്കെ ഗായ്സ്, നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ ഗായ്സ്, നമ്മൾ വീണ്ടും എടുത്തിട്ടുണ്ട്. ശക്തമായ മഴ. നിങ്ങളുടെ ഈ നാട്ടിൽ ഇപ്പോൾ മഴ പെയ്യാറുണ്ടോയെന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ നാട് ഏതാണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജില്ല ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. 2 ബൈക്കും. അടിച്ചു. സൂപ്പർ അടിയാവല്ലോ. ഇപ്പോൾ 96ആയി. വേണ്ടായിരുന്നു ആ പരിപാടി കേട്ടാ. ചമ്മി വെറുതെ പോയിടിച്ച്. ജെറ്റായിട്ട് പോണം. ഈ സ്കൂട്ടറൊന്ന് ജെറ്റായിട്ട് പോണം. അധികം ജെറ്റിടല്ലേ. പെണ്ണുമ്പിള്ളേനെ നമ്മൾ അടിച്ചിട്ട്. പെണ്ണുമ്പിള്ള തോട്ടിലാണിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വന്നുള്ളൂ. ഇപ്പം നമ്മൾ ഏതോ ടാങ്കർ ലോറിയാ, ഏതോ ഒരു കണ്ടെയ്നർ പുറകിൽ ഒരു പെട്ടിയുമില്ലാത്തൊരു കണ്ടെയ്നറിൻ്റെ പുറകിലാണ് നമ്മൾ അതിനെ ഓവർടേക്ക് ചെയ്തു. നമ്മുടെ പോലത്തെ ഒരു ഏതോ ഒരു ബസ് അതിനെ ഓവർടേക്ക് ചെയ്തു. അവിടെ ബ്രേക്ക് പിടിച്ച് കളിക്കുന്നുണ്ട് ഒരുത്ത്. അവനെ ഓവർടേക്ക് ചെയ്തു. വേണ്ടായിരുന്നു ആ പണി. മര്യാദക്കിരുന്ന വണ്ടി വീണ്ടും റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നതിന് വീണ്ടും അതിന് കടിയാണെന്ന് തോന്നി.
ഈ വണ്ടി. ഇടിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല. 100% കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് പൈസ കൊടുത്ത് റിപ്പയർ ചെയ്തേ അവന്മാർക്കായിരിക്കും. ആ പെണ്ണുമ്പോൾ വീണ്ടും കയറി. ഞാൻ ഓടിക്കാറുണ്ടോ നേരത്തെ ബൂസ്റ്റ് ഇട്ട് കാണുക. എന്താ ടാക്സി? അത് ടാക്സി ഒരു ലിഫ്റ്റ് തരോ? ടാക്സി പിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടിച്ചിടി. അയ്യോ വെറുതെ നീ ലൈറ്റൊക്കെ കത്തിച്ചിട്ടേക്കാം. ഗൈസ് ഇപ്പോൾ നമ്മളേതോ ഹൈവേ ആണെന്ന് തോന്നുന്നത്. നമ്മ മാസം ഡോറൊക്കെ തുറന്നിട്ടിട്ട വണ്ടി പോകണം. കണ്ടാ ഡോറൊക്കെ തുറന്നിടും. നമ്മ ഡോറൊക്കെ തുറന്നിട്ടുണ്ട വണ്ടി ഓടിക്കുവേ. എല്ലാ പാസഞ്ചേഴ്സും താഴ്ത്തി വീഴുവേ. വീഴുന്ന കയ്യും കാലും മുടിക്കുവേ. ഹലോ എല്ലാവരുടെയും സുരക്ഷക്ക് ഓടിക്കുന്ന ആളെ സൂക്ഷിക്കണ്ട. ഓടിക്കുന്ന ആളെ സീറ്റ് വിളിച്ചിട്ടുണ്ട്. ബാക്കിൽ ഞാൻ ചത്ത പ്രേതങ്ങളാ ഒത്തുള്ളി ആരില്ലല്ലേ. നമുക്ക് ഡോറടിച്ച് വെട്ടിച്ചേറ സീന എത്ര ആരും ഉണ്ടാവും. ചമ്മ മാത്രം ഉണ്ടാവുള്ളൂ. ദേ രണ്ടിനെയും വെട്ടിച്ചേക്കുമ്പോ കുറെ നേരം എന്താണ് ചങ്ങായിന്റെ മല്ലബാറില്ലേ? മല്ലബാമ്പുള്ള ചങ്ങായിന്റെ തറവാട് കാണിച്ച് ഇവിടെ ബ്രേക്ക് പിടിച്ച് നിർത്തല്ലേ എനിക്കിഷ്ടമല്ല. ഇവിടെ ബ്രേക്ക് പിടിച്ചെടുത്താൽ എനിക്കിഷ്ടമല്ല. ഫൈൻ അടക്കണ്ട, വെറുതെ കൊണ്ടുപോയി ബ്രേക്ക് പിടിക്കണം. വട്ടാണെന്ന് തോന്നുന്നു. അതെ നമുക്ക് അടുത്തൊരു മാപ്പിൽ ഓടിക്കുമ്പോൾ നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടാകും. നമ്മുടെ ഇല്ല നെറ്റ് ഓൺ ആക്കിയിട്ടില്ല. അല്ലെങ്കിൽ ഭാഗ്യം നെറ്റ് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു പൈസ കൂടി വന്നേ. ചേട്ടാ ട്രക്ക് സിമുലേറ്ററോ? ഞാൻ ബസ് സിമുലേറ്റർ കളിക്കണം. ട്രക്ക് സിമുലേറ്റർ അല്ല. ഐഡിയ എന്താടാ സ്കൂളിലത്തെ കൊച്ചുങ്ങൾക്ക് ID കാർഡുള്ള പോലെ എൻ്റെ കയ്യിലുണ്ട് ഒരു ID. വേണോ? എൻ്റെ UID ഉണ്ട്. വേണോ? എന്താ ലൈറ്റ് ആയിട്ടിരിക്കണം. എന്താണെന്നാ വേറെ എന്തോ ഒരു പരിപാടി പറ്റിയിട്ടുണ്ട്. എല്ലാം ലൈറ്റായിട്ടാണ് പിരിക്കുന്നത്. അയ്യോ ഇതൊക്കെ ആകാശത്തുണ്ട് വെച്ചാൽ കാണാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ ആദിത്യം പറഞ്ഞത് ഇവിടുത്തെ ഓട്ടോറിക്ഷ ആണെന്നാണ്. എനിക്കാനായിട്ട് പെട്ടിയുണ്ട് കേട്ടോ. നമ്മുടെ പോലത്തെ പച്ച വണ്ടി ഓവർടേക്ക്. പാണ്ടി ലോറി. പച്ച സ്കൂട്ടർ. രണ്ടാമത്തെ പച്ച സ്കൂട്ടർ. മുന്നിലേതാ ഒരു കാറാ. പോലീസ് വണ്ടി. അയ്യോ പോലീസ്. അമ്മേ പോലീസ് വണ്ടിയാണല്ലോ. പോലീസ് വണ്ടിക്കാണ് പോണത്. ലാച്ചിടിച്ചു. പച്ച വണ്ടി. ഉണക്ക വണ്ടി. ഉണങ്ങിയ വണ്ടി. പച്ച വണ്ടി വേണോ? പച്ച വണ്ടി. വെള്ളക്കാർ വേണോ? പച്ച വണ്ടി വേണോ? ചുമപ്പ് കാർ വേണോ? ഞാൻ ആദ്യം ഇത് കളിച്ചപ്പോൾ വിചാരിച്ച് ഈ സാധനമില്ല മഞ്ഞ ആ ലൈറ്റ് അത് ഞാൻ വിചാരിച്ച് നമ്മ ട്രാഫിക് സിഗ്നൽ എടുക്കൂലേ അങ്ങനത്തെ വല്ലതുമാണെന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ സ്ഥലം ഒന്ന് ചെറുതായിട്ടൊന്ന് ചമ്മിപ്പോയിട്ടുണ്ട്. പാട്ടുപാടി നടന്നപ്പോൾ സ്ഥലം പെട്ടെന്ന് കിട്ടിയില്ല. നമ്മൾ റിവേഴ്സിൽ മാസ്റ്ററാണ്. കണ്ട നമ്മ ഇങ്ങനെയൊക്കെ റിവേഴ്സ് എടുക്കാം. എന്താണ് ഈ ബോർഡ് മുന്നിൽ നിൽക്കണം?
ഇടിക്കല്ലേ ആ ഇത് വേണ്ട, എനിക്കിഷ്ടമല്ല. എടാ ജസ്റ്റ് മിസ് എടാ പെട്ടി സ്കൂട്ടറെ കയറിയാലോ എനിക്ക്. എടാ റെഡ് കാറെ എന്നോട് പകരം വീട്ടില്ലേടാ, ഞാൻ പാവല്ലേ. എന്നോട് പകരം വീട്ടില്ലേ, ഞാൻ പാവം കൊച്ചാണ്. പകരം വീട്ടല്ലേ നമ്മ തിരിച്ച് പകരം വീട്ടാൻ പോകുന്നു. ഗൈസ് പറഞ്ഞത് മറക്കരുത്, സബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഇടിച്ചതുപോലെ വീണ്ടും പോയി ഇടിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേ 2 പച്ചവണ്ടീനെ വെട്ടിച്ചിട്ടുണ്ട്, പച്ചവണ്ടിയും മുളക്കവണ്ടീനെ വെട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ കമ്പനിക്ക് ബസ്സൊന്നുമില്ല. നമ്മ കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ വീണ്ടും നമ്മളെത്തിയിരിക്കുന്നു. ഇത് ടോളാണെന്നാണ് വൈപ്പർ ഫ്രീ ആണല്ലോ. എൻ്റെ പൊന്നോ, ഈ വണ്ടി പോകില്ല. ശരിക്കും വല്ലതാണെങ്കിൽ ഇപ്പം ഇറങ്ങി ചെന്നില്ലായിരുന്നു എൻ്റെ മോന്ത. ഇവിടെ എന്താണ് ഇവിടേക്കാ, എന്താണ് ഇവിടേക്ക് മാത്രം, ഇവിടെ മാത്രം പൈസ കൊടുക്കണം. അവിടേക്ക് കൊള്ളാല സ്വഭാവം, ഇവരുടെ സ്വഭാവം ഉള്ളാട്ടാ. നമുക്കിഷ്ടമുള്ള വഴി കൂടി പോകാൻ പാടില്ല, സ്വഭാവം കൊള്ളാം. അവർക്കൊക്കെ ഫ്രീ, നമുക്കൊക്കെ വിഷമമാണ്. നമ്മുടെ ഹൈവേ എത്തിയിട്ടുണ്ട്. നമ്മുടെ മാക്സ് പവർ ഇതാ കാണിക്കുന്നു. അപ്പോഴേക്ക് നോക്കുമ്പോൾ ചുരുങ്ങി വയ്യാണ്. ഭാഗ്യം ഹൈവേ ഒരു 1 മണിക്കൂർ ഉണ്ടെങ്കിൽ കൊള്ളായിരുന്നു. ഈ തമിഴ് വണ്ടിയിലാണ്. എന്താണ് തമിഴ് വണ്ടി? തമിഴ്നാട്ടിൽ നിന്ന് വണ്ടിയാണ്. പച്ചവണ്ടി, നേരത്തെ പച്ച സ്കൂട്ടറായിരുന്നു പ്രശ്നം. എനിക്ക് 99 ആക്കി കളഞ്ഞു. കൈ കിട്ടിയാൽ വെട്ടിക്കൊല്ലി ഞാനാണ്. ഗൈസ്, ഇത് കാണുന്നവരുടെ ഏജൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കളിക്കുന്നവർ എല്ലാവരും, ഇത് കളിക്കുന്ന എല്ലാവരും ബസ് സിമുലേറ്റർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടതാണ്. സബ് ചെയ്യാനായാലും മറക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ജയിക്കാൻ പറ്റൂ. ഞാൻ നാവെടുക്കണ മുന്നേ തന്നെ മഴ പെയ്തു. അതാണ് നമ്മുടെ പെട്ടിവണ്ടി മാറിക്കാ. എനിക്ക് തോന്നിയതാ മുട്ടോ, ഞാന്മാരുടെയൊക്കെ ഒരു എടാ എന്താളില്ല സ്വന്തം ഞാൻ മുട്ടോ പോയി. 7 മണി ഇനി വരാൻ പറ്റില്ല. ഈ വണ്ടി എന്നോട് ഇറങ്ങൂല. എന്താടി
നിക്ക പ്രശ്നം. അടുത്ത വണ്ടി മാറി മുന്നിലൊന്ന് കുടുങ്ങും വന്നിട്ട് പിന്നെ വീണ്ടും ഇതിനു വേണ്ടി പൈസ ഒപ്പിക്കണം. എന്താടാ നമ്മളോട് മുടയാണ് മുട. ഗായ്സ് നിങ്ങൾ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ഗ്രാനിയുടെ ട്രെയിൻ എസ്കേപ്പ് നമ്മൾ എന്തായാലും ഏപ്രിൽ 10-ാം തീയതിക്കുള്ളിൽ നമ്മൾ എന്തായാലും ട്രെയിൻ എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും ഒരു മാപ്പ് ലോഡിങ് ആയിക്കൊണ്ടിരിക്കണതാണ്. ഈ മാപ്പിൻ്റെ വെള്ള സാധനം കണ്ട ഇതെവിടെയാണെന്ന് സ്ഥലം നോക്കി. കോഴിമുട്ട പോലെ ഇത് വെള്ള കളറ് കോഴിയുടെ സൈഡിൽ. ഇപ്പോൾ റിട്ടേൺ സ്റ്റേഷനാണ്. ഇപ്പോൾ എവിടെയാണ്? ചക്രാത്തി ഏതൊരു സ്ഥലം. അങ്ങനെ നമ്മളതിൻ്റെ അടിയിലാണ്. നിങ്ങൾ കൊമ്പൻ്റെ ഫ്രണ്ടാണോ, കൊമ്പൻ്റെ ഫാനാണോ ഖലീഫയുടെ ഫാനാണോ? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കൊമ്പനാണെങ്കിൽ കൊമ്പൻ കമൻറ്റ് ചെയ്യുക, ഖലീഫയാണെങ്കിൽ ഖലീഫയെന്ന് കമൻറ്റ് ചെയ്യുക.